hello everyone, assalamu alaikum, welcome back to my YouTube channel. അപ്പോൾ ഇന്ന് നമ്മുടെ ഈദ് ഷോപ്പിംഗ് ആണ്. വലിയ പെരുന്നാൾ ആവാനായല്ലോ. അപ്പോൾ നമ്മൾ ചെറിയൊരു ഷോപ്പിംഗ്, വലിയൊരു ഷോപ്പിംഗ് ഒന്നല്ല, ഒരു ചെറിയ ഷോപ്പിംഗ്. നമ്മൾ പെരുന്നാളിന് ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുക്കാൻ പോവുകയാണ് ഗൈസ്. ഇമ്മതാ ഞാൻ സംസാരിക്കുന്നത് നോക്കിക്കൊണ്ട് ഇരിക്കുകയാണ്. ഞാൻ കുറേ നേരമായി റെഡി ആവാൻ തുടത്തിയിട്ട്, പക്ഷെ ഇടയ്ക്ക് കറണ്ട് വരിക, കറണ്ട് പോവുക, കറണ്ട് വരിക, കറണ്ട് പോവുക. അതുകൊണ്ട് എനിക്ക് നേരെ മാറ്റാൻ സമയം കിട്ടില്ല. സോ ഇവരുടെ ആദ്യം തന്നെ മാറ്റിൽ കഴിഞ്ഞു. ഞാനിരുന്നു ലാസ്റ്റ് മാറ്റാനുള്ള ആള്. അതുകൊണ്ട് തന്നെ ഇവരുടെ മാറ്റിൽ കഴിഞ്ഞാൽ ഇങ്ങനെ ആകും. വേഗം പോര് പറഞ്ഞിട്ട്. പക്ഷെ എൻ്റെ കഴിയാൻ കുറച്ച് ടൈം എടുക്കുമല്ലോ. അത് സംഭവം കഴിയണില്ല. ഇടയിൽ കറണ്ടും പോകുക. ആകെപ്പാട് ഞാൻ ഇങ്ങനെ ഇടങ്ങാറായ. പക്ഷെ കറണ്ട് പോകുന്നത് നമുക്ക് അറിയില്ലല്ലോ. കറണ്ട് ഇടക്കിടക്ക് പോണോണ്ട് നമ്മൾ പകുതി കണ്ണൊക്കെ ഇരുന്ന് നിൽക്കണ്ടേല് കറണ്ട് പോകും. സൂപ്പർ ആയില്ലേ? അതുകൊണ്ട് കുറച്ച് നേരം വൈകി. ഇപ്പൊ കറണ്ട് ഒന്നും പോണില്ല. നേരത്തെ കുറെ വട്ടം കറണ്ട് പോകും വരും ചെയ്തിരുന്നു. അപ്പോൾ നമ്മൾ എങ്ങോട്ടാ പോകുന്നത്? ഡ്രസ് എടുക്കാൻ പോകാം. അതെ, നമ്മള് ചെറിയൊരു ഷോപ്പിംഗ് വീഡിയോ ആണ്. പെരുന്നാൾ എനിക്ക് തോന്നുന്നു 17-18 തീയതി ആണ് അല്ലേ അമ്മ? അപ്പോൾ നമ്മളിപ്പോൾ എപ്പോഴും വൈകിട്ടാണ് പോണത്. ചെറിയ പെരുന്നാളിലും നമ്മൾ തോന്നുന്നു 25-26 നോമ്പിനാ പോയത്. ഇപ്പോഴും നമ്മൾ കുറച്ച് വൈകിട്ടാണ് പോകുന്നത്. നമ്മളൊക്കെ പെരുന്നാളിന്റെ ഒരു മാസം മുമ്പ് ഡ്രസ്സ് എടുക്കുന്ന ടീമുകളായിരുന്നു നമ്മള്. ഇപ്രാവശ്യം വൈകിയത് എനിക്ക് എക്സാം ആയതുകൊണ്ട്. എനിക്ക് എക്സാം ആണ് ജൂൺ 19 പെരുന്നാളിന്റെ ടൈമിലൊക്കെ എനിക്ക് എക്സാം ആണ് ഗൈസ്. അപ്പൊ പെരുന്നാളിന് എൻജോയ് ചെയ്യാൻ ഞാൻ ആദ്യം ഡ്രസ്സ് എടുക്കണ്ടെന്നാ പറഞ്ഞത്. പിന്നെ എപ്പോഴേലും വാങ്ങാന്ന്. പിന്നെ ഞാൻ വിചാരിച്ചു പെരുന്നാളിന്റെ ഒരു വൈബ് ഇരുന്നോട്ട് വെച്ചിട്ട് ഡ്രസ്സ് എടുക്കാൻ പോകണം. എക്സാമിന്റെ പേപ്പറിൽ പോയിട്ട് പെരുന്നാളിന് ഡ്രസ്സ് എടുക്കാൻ പോയി എന്നൊക്കെ എഴുതേണ്ടി വരും ചിലപ്പോ. പക്ഷെ സാറില്ല, എക്സാം ആയതുകൊണ്ടാണ് നേരം വൈകിയത്. ജൂൺ 19 എനിക്ക് എക്സാം സ്റ്റാർട്ട് ആവുകയാണ്. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ നേരം വൈകിയത്. പിന്നെ അതുമാത്രമല്ല, വീഡിയോ ചെറിയൊരു ലാഗ് വരുന്നത് അതുകൊണ്ടാണ്. എക്സാം ഈ ഒരു 19 കഴിഞ്ഞിട്ട് ഈ ഒരു ആഴ്ച തന്നെ എക്സാം കഴിയും. കുറെ കഴിഞ്ഞിട്ട് ഇടവിട്ടല്ല എക്സാം ഒക്കെ അടുപ്പിച്ചിട്ടാണ്. സോ ഒരു വീക്ക് കൊണ്ട് നമ്മുടെ എക്സാം ഫുള്ള് കഴിയും. അത് കഴിഞ്ഞിട്ട് നമ്മൾ നല്ല സൂപ്പറായിട്ട് വരുന്നതായിരിക്കും. എന്നാലും ഞാൻ വീഡിയോ ഒക്കെ ഇടുന്നുണ്ട്. വീഡിയോയിൽ ഞാൻ വല്ലാതെ ഒന്നും ലാഗ് ഇടുന്നില്ല. അപ്പം ഇനി നമ്മൾ നേരെ ഷോപ്പിങ്ങിന് പോയി എന്തൊക്കെ വാങ്ങി എന്നൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പൊ നമുക്ക് നേരെ ഷോപ്പിംഗ് വീഡിയോയിലോട്ട് കിടക്കാം അല്ലേ മമ്മി? ഓക്കെ ഗൈസ്, നമ്മൾ നമ്മുടെ യാത്ര തുടങ്ങിയിരിക്കുന്നു. നമ്മൾ നടന്നിട്ട് ബസ് സ്റ്റോപ്പ് വരെ പോവുകയാണ്. ഞാൻ ഉമ്മയും ബാക്കിൽ പോകുന്നുണ്ട്. ഞാൻ വെള്ള ഷാള്, പിന്നെ ഓള് വെള്ള ഡ്രസ്സ്, ഇമ്മ കറുപ്പ് ഡ്രസ്സ്, ഞങ്ങൾ വെള്ള. ഞാൻ ഇടയിൽ പച്ചയുണ്ട്, എന്നാലും വെള്ള ഒരു വെറൈറ്റി ഒന്നും അല്ല, ജസ്റ്റ് ഇട്ടപ്പോൾ ഒരേപോലെ ആയതാണ്. നമ്മൾ ബസ് സ്റ്റോപ്പ് വരെ നടന്നു പോകും. എന്നിട്ട് അവിടുന്ന് ബസ് കയറി പോകും. നമ്മളെപ്പോഴും ബസ് കയറിയിട്ടാണ് പോകല്. അത് നിങ്ങൾക്കറിയാലോ. ഇവിടെ കുറേ പശുമ്പേളുണ്ട്. നമ്മുടെ തൊടി, നമ്മുടെ കുറുക്ക് വഴി തൊടുവാണ്. നമുക്ക് റോട്ടിൽ എത്താനുള്ള കുറുക്ക് വഴിയാണിത്. ഓളത് അവിടേക്ക് എത്തി ഗൈസ്. നമ്മുടെ പാലമരം, സുമതി വളവ് പോലെ നമ്മുടെ ഇവിടെ ഉള്ളതാണ് പാലമരം. ഇവിടെ പാലമരം ഉണ്ട്. പിന്നെ കനാലിൽ ഒരു മൈനനെ കണ്ടു. രണ്ടെണ്ണുണ്ടോ എവിടെ? ഞാൻ എങ്ങോട്ട് പോയാലും ഒരു മൈനനെ കാണുള്ളൂ. ഇന്നത്തെ എൻ്റെ ലൈഫ്, ഇന്നത്തെ എൻ്റെ ഡേ പോയി. ഞാൻ ഒരു മൈനനെ കണ്ടു. ഇതാണ് നമ്മുടെ പാലമരം. ഞാൻ പണ്ടതിൽ ആണിയൊക്കെ കുത്തി നിറച്ച് കണ്ടിക്കണം. ഇപ്പോഴൊന്നും അതിലില്ല, പക്ഷെ പണ്ട് ഞാൻ കണ്ടു. നമ്മൾ റോട്ടിൽ എത്തി ഗൈസ്. ഇനി എനിക്ക് സംസാരിക്കാന്ന് പറയണത് നടക്കുന്ന കാര്യമല്ല. അതുകൊണ്ട് ഇനി നമ്മൾ ബാക്കിൽ വോയിസ് ഓവർ ചെയ്യാം. അതായിരിക്കും നല്ലത്. കാരണം ആളുകളൊക്കെ നമ്മുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കും. അപ്പം എനിക്ക് വർത്താനം പറയാൻ വയ്ക്കൂല. ഓക്കെ, നമ്മുടെ ഈദ് ഷോപ്പിംഗ് തുടങ്ങാൻ പോവുകയാണ് അല്ലേ മമ്മി? ഇവിടെ ഒരു പട്ടിയൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ സുമിതാത്ത ഉണ്ട്, നമ്മളുണ്ട്. നമ്മൾ മെയിൻ റോഡിലേക്ക് എത്തിയിട്ടുണ്ട്. ഓവർ ഗൈസ്, നമ്മൾ ബസ് സ്റ്റോപ്പിൽ എത്തിയിട്ടുണ്ട്. അപ്പം ഇനി നമ്മൾ ബസ് കാത്തിരിക്കുകയാണ്. ഞാൻ ആദ്യമായിട്ടാണ് ബസ് സ്റ്റോപ്പിൽ വന്നിട്ട് ഇങ്ങനെ സംസാരിക്കണേ. എനിക്ക് അതിനുള്ള കഴിവൊന്നും ആദ്യം ഉണ്ടാവില്ല. കഴിവുണ്ടാകുന്നില്ല, സത്യമായിട്ട് എനിക്ക് കഴിവുണ്ടാകുന്നില്ല. അപ്പോഴേ അതല്ല, അങ്ങനെ തന്നെ ഞാൻ പറയുള്ളൂ. ഒരു പേടി. അതല്ലേ പേടിയാണോന്നുള്ളൊരു ഇത്. എന്നാ ഒരു വിട്ടിക്ക് തല്ലുണ്ടാക്കുന്നതാ. കണ്ടന്റ് വേണോ? കാട് പോയിട്ട് നമ്മള് എത്ര കാത്തിരുന്നിട്ടും നമ്മുടെ ബസ് വരുന്നില്ല. നേരത്തെ വരായിരുന്നു. എനിക്കൊരു മേക്കപ്പാണ് എല്ലാത്തിനും കാണുന്നത്.
എത്ര ഒരുങ്ങിയാലും നിന്റെ മേക്കപ്പ് എത്ര ഒരുങ്ങിയാലും അന്റെ മേക്കപ്പ് എന്ന് പറഞ്ഞ ആളാണ് വീഡിയോ എടുക്കണുണ്ടപ്പോ നിന്റെ മേക്കപ്പ് നീ പുരോഗമിച്ചിരിക്കണോ. ഒരു ബസ് തന്നെ ഉണ്ട് കേട്ടോ ഗൈസ്. ആ ബസ്സാണ് നമ്മളായിരിക്കും നമുക്ക് ബസ് കിട്ടി. ഒരു സൈഡ് സീറ്റ് ഹെഡ്സെറ്റ് ബസ്സിന് സീറ്റ് ഉണ്ടോ നമുക്ക് സന്തോഷമായി. അതൊക്കെ നല്ലതാ ഗൈസ്. നമുക്ക് ബസ്സിൽ കയറിയതും സീറ്റ് കിട്ടി. സീറ്റ് കണ്ടപ്പോൾ നമുക്ക് കിട്ടിയ ആനന്ദം ചെറുതല്ല. സുന്ദാത്ത ഹെഡ്സെറ്റ് എടുത്തോള് പാട്ട് കേൾക്കാന്. പക്ഷെ ഞാൻ ഹെഡ്സെറ്റ് എടുക്കാൻ മറന്നു. ഞാൻ വളരെ വിദഗ്ധമായി അവിടെ എത്തി. അവിടെ നമ്മുടെ മുടിയൊക്കെ കേടില്ല. ഞാൻ നടുവിലിരുന്നു. ഓള് ഭയങ്കര പൊലിപ്പിച്ചിട്ട് ബസ് സൈഡ് സീറ്റ് പാട്ട് കേൾക്കാന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ പോയിരുന്നതാണ്. ചിലപ്പോൾ മുടി കേടുവരുന്നതൊന്നും അവൾക്ക് അങ്ങനെയൊന്നും ചിന്തിക്കാനുള്ള അറിവ് അള്ള കൊടുത്തിട്ടില്ല. ഞാൻ വളരെ ഡീപ്പായി ചിന്തിക്കും. മുടി കേടുവരുമോ, നമ്മുടെ കണ്ണ് പരിക്കോ, അതൊക്കെ ചിന്തിക്കോളാം. ഒന്നും ചിന്തിച്ചില്ല. അതുകൊണ്ട് ഞാൻ ഇവിടെ ഇരുന്നു. ഓളവിടെ ഇരുന്നു. ഓള് പാട്ട് കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു കുത്തലിരിക്കുന്ന ടീച്ചർ ഇല്ല. ഒരു നാട്ടിൽ ഇതിൻ്റെ അടുത്ത് പറഞ്ഞില്ലാലോ ഹെഡ്സെറ്റ് എടുക്കാൻ. എടി ഒന്ന് താട്ട് വീഡിയോ ചെയ്തിട്ട് വീഡിയോ എടുത്തിട്ട് തരില്ല കേട്ടോ. എനിക്ക് ഇങ്ങനെ പറയാനല്ലേ ഞങ്ങൾ നല്ല ഇതാണ്. ഞങ്ങൾ നല്ല റൊമാൻസിലാണ്. കപ്പിൾസിന് മാത്രമല്ല ഇതൊക്കെ ആലോചിക്കുന്നത്. നമുക്കിത് മുപ്പത്തിരക്ക് പിന്നെ പാട്ട് കേൾക്കണം. അങ്ങനത്തെ ഒന്നും ഒരു വൈബില്ല. ഇങ്ങനെ ഓരോട് തിരിക്കുക അങ്ങനെയാണ് പോയിക്കോളും. അതിനൊക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ടോ? എടി ഞാൻ പോവാം കേട്ടോ. എന്നിലെ പുഞ്ചിരിയുടെ ഫസ്റ്റ് ഓളിടുന്ന പാട്ടാണ് ചാടി കളിച്ചാറ്റുന്ന പാട്ട്. അങ്ങനത്തെ ഇട ഞാൻ നല്ല റൊമാൻറ്റിക് സോങ് ഉണ്ട്. ഈ പാട്ടൊന്നും ഇടണേ ഞാൻ ഭയങ്കര റൊമാൻറ്റിക് സോങ് മാത്രമേ ഇടുള്ളൂ മാമി. കൊക്കര കൊക്കരക്കോ അത്രേ പാട്ട്. എനിക്ക് ബസ് പോകുമ്പോ ഇങ്ങനെ ഡാൻസ് കളിക്കണ പാട്ടുകൾ ഇടുന്ന ഇഷ്ടമല്ല. എനിക്കപ്പോൾ ഡാൻസ് കളിക്കാൻ തോന്നും. സോ ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യാം റൊമാൻറ്റിക് സോങ് ആണ്. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോന്ന് ഐ ഡോണ്ട് നോ. ബസ്സിൽ തിരക്കില്ലാത്തതുകൊണ്ടാണ് എൻ്റെ ആക്ച്വലി ഫുള്ള് ഞാൻ ഇതിൽ കാണിക്കണേ. ബസ്സിൽ ആൾക്കാരുടെ ഞാൻ അങ്ങനെ കാണിക്കൂല. ഞാൻ മുണ്ടോല ഇന്ന് കുറച്ചേരം കഴിഞ്ഞിട്ട് എനിക്ക് വരും. വണ്ടിയിൽ ഇത് തല്ലൂടിയാണ്ടല്ലോ രണ്ടിനും കിട്ടും. എന്നാ ഹെഡ്സെറ്റ് എടുക്കുമ്പോ ഒന്ന് പറയാ സുയോജി എടുക്കണില്ലേ, അങ്ങനത്തെ ഒന്നൊരു സ്വഭാവം. ബസ്സിലിരുന്ന് കേൾക്കാൻ പറ്റിയ പാട്ടല്ലേ ഇത്. ബസ്സിൽ പോകുമ്പോ നിങ്ങള് പറയും റൊമാൻറ്റിക് സോങ് അല്ലേ ഇടുക. ആണ് ഇങ്ങനത്തെ പാട്ടൊന്നുമില്ല. കൊക്കര കൊക്കരക്കോ അത്രേ. അങ്ങനെ ഓളുടെ പാട്ടുകളിനെ കളിയാക്കിയതിന് ഞാൻ ഓളിൻ്റെ അടുത്ത് ഹെഡ്സെറ്റ് വാങ്ങിയിട്ട് ഇനി എനിക്ക് തരൂല എന്നൊക്കെ പറഞ്ഞിട്ട് ഓളത് വാങ്ങിക്കൊണ്ടേ ഓള് എന്നിട്ട് ഒറ്റയ്ക്ക് പാട്ട് കേൾക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഓളുടെ കൊക്കരക്കോ പാട്ട് കേട്ടിരിക്കാനുള്ള ത്രാണ് എനിക്കില്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ സമ്മതിക്കുകയും ചെയ്തു. അങ്ങനെ പോണ പോക്കിൽ എൻ്റെ കോളേജിൻ്റെ മുൻവശമൊക്കെ കണ്ടു. ഇതാണ് എൻ്റെ കോളേജ്. അങ്ങനെ പക്ഷെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഓള് ഹെഡ്സെറ്റ് തന്നു. ഞാൻ തെന്നിപ്പിച്ചു ഓളിനെയും കൊണ്ട്. പിന്നെ ഒരു നിവൃത്തി ഇല്ലാത്തത് കൊണ്ട് ഓളുടെ കുത്തുപാട്ടുകൾ കേട്ടിട്ട് പോകേണ്ട അവസ്ഥയാണ് എനിക്ക്. ഞാൻ ഒന്നാമത് ഹെഡ്സെറ്റ് എടുത്തതുമില്ല. പിന്നെ എന്തെങ്കിലുമൊക്കെ കേട്ടിട്ട് പോകാമല്ലോ. പിന്നെ KSRTC അങ്ങനെ പാട്ടൊന്നും ഇടൂല എന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ പിന്നെ അങ്ങനെയെങ്കിലും എന്തെങ്കിലും കേട്ടിട്ട് പോകാച്ചിട്ട് ഞാൻ അത് ഇട്ടിട്ട് മുണ്ടാതെ ഇരുന്നു. ഓളുടെ അടുത്തൊന്നും തിരിച്ചു പറയാനും പറ്റില്ല. തിരിച്ചു പറഞ്ഞാൽ ഓളുടെ അടുത്ത് കൊണ്ടുപോവുകയും ചെയ്യും. ഈ പാട്ട് മാറ്റിയെന്ന് പറയാനും പറ്റില്ല. ഒന്നിനും പറ്റാത്ത അവസ്ഥയായി ഗെയ്സ്. ഒരു ഹെഡ്സെറ്റ് എടുക്കാൻ പറ്റാത്തതിലുള്ള സങ്കടം ചെറുതല്ല.
പക്ഷെ കുറേ നേരം കഴിഞ്ഞപ്പോൾ എന്താണ് രാജകുമാരിക്ക് പറ്റിയെന്നൊന്നും അറിയില്ല. ഫോണ് ഞാൻ മെല്ലെ അങ്ങോട്ട് എടുത്തു. അപ്പോൾ ഓളൊന്നും പറഞ്ഞതൊന്നുമില്ല. അപ്പം ഞാൻ വിചാരിച്ചു പെണ്ണിന് എൻ്റെ അടുത്ത് സ്നേഹം കൊണ്ട് ഓൾ എനിക്ക് തന്നു, അങ്ങനെ എനിക്ക് ഇഷ്ടപ്പെട്ട പാട്ട് ഇട്ടോന്നൊന്നും പറഞ്ഞില്ല. പിന്നെ ഞാൻ ഫോണ് കയ്യിൽ കിട്ടിയപ്പോൾ എന്തായാലും സ്വാഭാവികമായിട്ടും എനിക്കിഷ്ടപ്പെട്ട പാട്ടല്ലേ ഇടുള്ളൂ. അങ്ങനെ പിന്നെ ഞാൻ എനിക്കിഷ്ടപ്പെട്ട കുറേ പാട്ടുകൾ ഇട്ടു. ഇത്രയും നേരം കുത്തുപാട്ടുകളിട്ട് വെറുപ്പിച്ച ഓൾക്ക് ഞാൻ നല്ല റൊമാൻറ്റിക് സോങ് വെച്ച് കാച്ചു കൊടുത്തിട്ടുണ്ട്. ഓൾക്ക് ഇങ്ങനെ ട്രാവൽ ചെയ്യുമ്പോൾ അങ്ങനത്തെ പാട്ടുകളൊന്നും കേൾക്കണേ ഇഷ്ടമല്ല. ഓൾക്ക് ഇങ്ങനെ കളിക്കാൻ തോന്നുന്നുണ്ട്, നീച്ച് മണ്ടി കളിച്ചാൻ തോന്നണ പാട്ടുകളൊക്കെയാണ് ഓൾ ഇടുക. അതുകൊണ്ട് ഓളുടെ ടേസ്റ്റും എൻ്റെ ടേസ്റ്റും വേറെ വേറെയാണ്. അപ്പം പിന്നെ ഓൾ ഇന്നെ അങ്ങനെ ഇരുത്തിയതുകൊണ്ട് ഞാൻ ഓളെ റൊമാൻറ്റിക് സോങ് കേട്ടിപ്പിച്ച് അവിടെ ഇരുത്തി. അങ്ങനെ പിന്നെ കുറേ നേരത്തെ നമ്മുടെ കുൽസിത പരിപാടികളൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ നേരെ സ്റ്റാൻഡിലെത്തി. നമ്മൾ പെരിന്തൽമണ്ണക്കാണ് പോയിരുന്നത്. പിന്നെ ഏത് ഷോപ്പിക്ക് പോകും എന്നറിയാനായിട്ട് കുറേ തലയിൽ കൈ വെച്ച് നിന്നിട്ട് പിന്നെ ലാസ്റ്റ് നമ്മളൊരു ഷോപ്പിക്ക് കയറിപ്പോയി. ഷോപ്പ് കയറിയപ്പോൾ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. നമ്മൾ കുറച്ച് ഒരു ആ ടൈമിലായതുകൊണ്ട് തന്നെ കുറേ ആൾക്കാർ വന്നിട്ട് ഈ സാധനങ്ങളൊക്കെ ഇങ്ങനെ എന്താണ് പറയുക അവിടേക്ക് ഇങ്ങനെ വെച്ചിട്ടുണ്ടാവുമല്ലോ, അങ്ങനെ കുറേ തിരക്കായിരുന്നു. ഞാൻ പറഞ്ഞാൽ മനസ്സിലാവുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ നല്ല തിരക്കായിരുന്നു. അതിന്ന് ഒക്കെ ഇങ്ങനെ വെതർ ഇട്ടതുകൊണ്ട് ഏതാണ് ഇപ്പോൾ എടുക്കുക എന്നൊക്കെ ആകെപ്പാടെ നമുക്ക് കൺഫ്യൂഷനായി. നമ്മൾ അത്യാവശ്യം നല്ല നേരം വൈകിട്ടാണ് ഈ ഷോപ്പിങ്ങിന് തന്നെ വന്നിക്കണം. അതുകൊണ്ട് തന്നെ നല്ല സാധനങ്ങളൊക്കെ പെട്ടെന്ന് വിറ്റ് പോയിട്ടുണ്ടാവുമല്ലോ സ്വാഭാവികമായിട്ടും. പിന്നെ ഉള്ളത് എടുത്തിട്ട് ഇങ്ങോട്ട് തിരിച്ച് കുടിക്ക് പോരുക, അത്രേ നമുക്ക് നിവൃത്തിയുള്ളൂ. അങ്ങനെ പിന്നെ സുന്താത്തക്ക് ചെന്ന വയ്ക്ക് ഒരു ഡ്രസ്സ് പറ്റി. അപ്പോൾ ഓൾ അതെടുത്തിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറഞ്ഞിട്ട് ട്രയൽ റൂം കൊണ്ടുപോയപ്പോൾ ഓൾക്ക് അത് ഇഷ്ടപ്പെട്ടു. അങ്ങനെ അതെടുത്തു ഓൾക്ക്. പിന്നെ ഞാൻ എനിക്കുള്ള ഡ്രസ്സ് തരാനാണ് കുറേ നേരം എടുത്തത് ഗൈസ്. എനിക്കൊന്നും പറ്റണില്ല, എൻ്റെ മോന്ത അങ്ങോട്ട് തെളിയണില്ല, ഞാൻ ആകെ അങ്ങോട്ട് കുടുങ്ങി. ഇതൊക്കെ ഇട്ട് നോക്കിയപ്പോൾ എനിക്കൊന്നും ഇഷ്ടപ്പെടുന്നില്ല. ഇതൊക്കെ എന്താണ് ഇങ്ങനത്തെയൊക്കെ ഡ്രസ്സ് എനിക്കൊന്നും അറിയുന്നില്ല. 3-4 ഡ്രസ്സ് ഞാൻ എടുത്തിട്ട് ട്രയൽ റൂമിലേക്ക് കൊണ്ടുപോയി. അങ്ങനെ അതൊക്കെ ഇട്ട് നോക്കിയിട്ടും എനിക്കൊന്നും ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ പിന്നെ വേറെ കുറേ ഡ്രസ്സുകളൊക്കെ നോക്കിയിട്ട് ഏതൊക്കെയോ ഒരു ഡ്രസ്സ് ഞാൻ എടുത്തു. പിന്നെ ഷാളിൻ്റെ സെക്ഷനിലോട്ട് പോയിട്ട് ഞാനൊരു കറുപ്പ് ഷാൾ വെള്ള ഷാളൊക്കെ ഞാൻ ഓൾറെഡി വൈറ്റ് ഷാളാണ് എടുക്കുന്നത്. അതിൻ്റെ പുറമെ ഞാൻ വേറൊരു വൈറ്റ് ഷാൾ എടുത്തു. എൻ്റെ ഭ്രാന്തുകൾ ചില്ലറയൊന്നുമല്ല. പിന്നെ സുന്ദാതാക്ക് ഷാളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എടുക്കണ തിരക്കിലായിരുന്നു. ഓൾഡ് ഡ്രസ്സിന് പറ്റിയ ഷാള് അവിടെ ഇല്ല. ഞങ്ങൾ കുറേ തിരഞ്ഞ് ആയിക്കോട്ടെ ഇതിൽ കൂടെയൊക്കെ പോയി നോക്കി. അങ്ങനെ അവസാനം അവിടുത്തെ താത്ത പറഞ്ഞു ഗോഡൗണിൽ പോയിട്ട് നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ നമ്മൾ അവിടെ 4 വെറും തെണ്ടി നടക്കായിരുന്നു. അങ്ങനെ പിന്നെ അവസാനം ഗോഡൗണിൽ പോയിട്ട് ഓൾക്ക് പറ്റിയ ഡ്രസ്സിന് മേച്ചായി ഷാള് കിട്ടിയില്ല. അപ്പോൾ നമ്മൾ വേറെ ഷോപ്പിൽ നിന്ന് പോയി വാങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ പിന്നെ നേരെ അമ്മക്ക് ചുരിദാർ വാങ്ങാനായിട്ട് പോയി. എനിക്കും സുന്ദാത്താക്കും നോക്കി ആ സെക്ഷനിൽ ഭയങ്കര തിരക്കായിരുന്നു. ഭയങ്കര തിരക്ക് പറഞ്ഞാൽ ഭയങ്കര തിരക്കായിരുന്നു. പക്ഷേ ഇമ്മാൻ്റെ ചുരിദാർ നോക്കാൻ ആ ഒരു ചുരിദാർ സെക്ഷനിലോട്ട് വന്നപ്പോൾ അവിടെ വലിയ തിരക്കുണ്ടായിരുന്നില്ല. എനിക്ക് ആശ്വാസമായി. അപ്പോഴാണ് ഞാൻ ഒന്ന് ശ്വാസം വിട്ടത്. അതിൽ ഇമ്മാക്ക് ഇങ്ങനെ ഓരോ ചുരിദാർ നോക്കുമ്പോഴും എനിക്ക് അതിലത്തെ ഒരു നല്ല രസമുള്ളൊരു ചുരിദാർ ഉണ്ടായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതിൻ്റെ ഷോളാണ് ഞാനിപ്പോൾ ഇട്ട് നോക്കണത്. പക്ഷേ ഞാൻ എടുത്തൊന്നുമില്ല. അതിൻ്റെ കളറും കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഇമ്മ ഏത് വേണമെന്നൊക്കെ നോക്കിയിട്ട് കണ്ണാടിയിൽ നോക്കിയിട്ടൊക്കെ നോക്കണ ടൈമിൽ ഞാൻ വേറെ അപ്പുറത്ത് പോയിട്ട് ഒരു കോട്ടൺ ടൈപ്പ് ചുരിദാറൊക്കെ ഇങ്ങനെ നോക്കുമായിരുന്നു. എടുക്കാനൊന്നും കരുതിയിട്ടൊന്നുമില്ല, വെറുതെ നോക്കണ്ടേ എങ്കിലും ഒരു മനസ്സുഖത്തിന് വേണ്ടിയിട്ട്. അവിടെ തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ തന്നെ പോയിട്ട് എനിക്ക് പറ്റിയത് എടുക്കും, എന്നിട്ട് ഞാൻ തന്നെ വെച്ച് വെക്കും. പക്ഷെ എടുക്കുമോ അതൊട്ട് ഇല്ലേനും. പിന്നെ നമ്മൾ ബനിയന് വീട്ടിൽ കൂടെ ഇട്ട് കിടക്കാൻ ബനിയനും ടീഷർട്ട്സൊക്കെ നോക്കാൻ പോയി. അങ്ങനെ അത് നോക്കണതിൻ്റെ ഇടയിൽ സുന്ദാതാക്ക് വേഗം ഡ്രസ്സ് കിട്ടി. ഇപ്രാവശ്യം എന്താണെന്നറിയില്ല, അല്ലെങ്കിൽ പോയാൽ എനിക്കാണ് വേഗം ഒക്കെ സെറ്റാവൽ, സുന്ദാതാക്കായിരിക്കും വൈകിട്ട് സെറ്റാവൽ. പക്ഷേ ഇപ്രാവശ്യം എനിക്ക് ഡ്രസ്സും ഒന്നും സെറ്റാവുന്നില്ല, ടീഷർട്ട്സും ഒന്നും സെറ്റാവുന്നില്ല, എൻ്റെ മുഖം അങ്ങോട്ട് തെളിയുന്നില്ല. അങ്ങനെ അവസാനം ഞാൻ കണ്ട 2 ടീഷർട്ട്സ് എടുത്തു. പിന്നെ പാൻറ് നോക്കാൻ വേണ്ടിയിട്ട് പോയി. അതിൻ്റെ ഇടയിൽ ഞാൻ കുറേ പട്ടി ഷോ കാണിക്കുന്നുണ്ട്, കാരണം അവിടെ ആൾക്കാരോ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് എൻ്റെ ആ ചില്ലിങ്ങൾ ഫുള്ള് ഞാൻ ഇതിൽ കാണിച്ചത്. പിന്നെ നമ്മൾ അതിൽ കൂടെയൊക്കെ നോക്കി ഒക്കെ വാങ്ങുകയൊക്കെ ചെയ്തു. സുന്ദാതാക്ക് ഷാള് മാത്രമാണ് കിട്ടാത്തത്. ഇതൊക്കെ ഞാൻ വെറുതെ ഒരു പട്ടി ഷോക്കായി കൂടെ പോയിട്ട് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഇതിൽ കൂടി പോയി നോക്കണതാണ്. അങ്ങനെ പിന്നെ നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങി ബില്ലടിക്കാൻ ഇമ്മ അവിടെ നിൽക്കുകയാണ്. ആ ടൈമിലാണ് ഞാൻ സുന്ദാത്തിയും വെറുതെ ഒരു പട്ടി ഷോ ഇറക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഓരോ അഭിനയിക്കുകയാണ്. ഇതൊക്കെ ഞാൻ എന്തൊരു അഭിനയമാണ്, എൻ്റെ അഭിനയ സിംഹമാണ് ഞാൻ. അങ്ങനെ നമ്മൾ ബില്ലൊക്കെ ചെയ്തിട്ട് നമ്മൾ പുറത്ത് വന്നു. പക്ഷേ നമുക്ക് വേറൊരു കാര്യമുണ്ട് ഗൈസ്. എന്താണ്, സുന്ദാത്താക്ക് ഷോള് സെറ്റ് ആയിട്ടില്ല. ഗോഡൗണിൽ പോയിട്ടും ഷോള് കിട്ടിയിട്ടില്ല. അങ്ങനെ നമ്മൾ വേറെ അതിൻ്റെ അപ്പുറത്ത് വേറൊരു കട ഉണ്ടായിരുന്നു. ആ കടയിൽ അതിന് സെയിം കളർ സാധനം നമുക്ക് കിട്ടി. ഇപ്രാവശ്യം നമ്മൾ ഡ്രസ്സും കാര്യങ്ങളും മാത്രമേ എടുത്തിട്ടുള്ളൂ. ചെരുപ്പ് അങ്ങനത്തെ അക്സസറീസൊന്നും നമ്മൾ എടുത്തിട്ടില്ല. കാരണം നമ്മൾ ചെറിയ പെരുന്നാളിന് ഓൾറെഡി ചെരുപ്പ് കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്തതാണല്ലോ. ഇനി എനിക്ക് ചെരുപ്പ് വേണം അമ്മ എന്ന് പറഞ്ഞാൽ ഇന്നെ ഉന്തി വേണമെങ്കിൽ റോട്ടിൻ്റെ ആ നടുവൊക്കെ അങ്ങോട്ട് ഉന്തി അങ്ങോട്ട് വിടുന്നേ.
ശല്യം അങ്ങനെയും തീരട്ടെ എന്ന് ഒരു വിചാരിക്കും. അങ്ങനെയൊന്നും വിചാരിക്കില്ല എന്നാണ് എൻ്റെ ഒരു ഇത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ KSRTC സ്റ്റാൻഡിൽ പോയിട്ട് KSRTCയിൽ കയറി. പക്ഷെ നല്ല മഴയായിരുന്നു കേട്ടോ. ആദ്യം സീറ്റൊന്നും കിട്ടിയില്ല, പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ സീറ്റും കാര്യങ്ങളൊക്കെ കിട്ടി. ബസ് കയറി കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേനും നല്ല മഴ പെയ്തു. നമ്മുടെ സ്റ്റോപ്പിലെത്തി നമ്മൾ ഇറങ്ങിയപ്പോഴും നല്ല മഴ. നമ്മൾ ഇനി നനഞ്ഞ് വീട്ടിലേക്ക് പോകണ്ടേ, പിന്നെ കയ്യിൽ സാധനങ്ങളുള്ളത് കൊണ്ട് സാധനങ്ങളും നനയും. നമ്മളാണെങ്കിൽ കുടയും എടുത്തിട്ടില്ല. അതുകൊണ്ട് നമ്മൾ മഴ തോരുന്ന വരെ അവിടെ നിൽക്കാൻ വിചാരിച്ചു. നമ്മൾ കുറേ നേരം അവിടെ നിന്നിട്ട് മഴ തോരുന്ന ഒരു ലക്ഷണം നമ്മൾ കാണാനില്ല. അങ്ങനെ അപ്പുറത്ത് ഞാനൊരു ചായക്കട കണ്ടു. അപ്പം മരത്തറിന് നമ്മൾ ചായ കുടിച്ചാൽ ഒന്നാമത് മഴയും കൂടി പെയ്യല്ലേ, അപ്പോൾ ചായ കുടിക്കുമ്പോൾ ഒരു രസം ഉണ്ടാവില്ല. അങ്ങനെ ഞങ്ങൾ ചായ കുടിക്കാൻ പോയി. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ചെറിയ ചായക്കടയൊക്കെ കയറി ചായ കുടിച്ചാൽ പുറത്ത് നല്ല പൊരിഞ്ഞ മഴ. അപ്പോൾ മഴ പെയ്യുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ചായ കുടിക്കണം, നല്ല ചൂട് ചായ. പിന്നെ ഇവിടെ എന്തെങ്കിലും കടി എന്തെങ്കിലും ഉണ്ടോയെന്ന് അറിയില്ല, നമ്മൾ അതിനനുസരിച്ച് എന്തെങ്കിലും പറയണത്. അങ്ങനെ ചായയൊക്കെ കുടി കഴിഞ്ഞപ്പോഴത്തേനും മഴ ഒന്ന് അന്ത്യം കണ്ടു. മഴ ഇത്തിരി കുറഞ്ഞു. അങ്ങനെ നമ്മൾ പിന്നെ അവിടെ നിന്ന് ചായ ഒക്കെ കുടിച്ചിട്ട് പോന്നു. ചാറ്റൽ മഴ ഉണ്ട്, എന്നാലും ഞങ്ങൾ മഴ പെയ്താലും കുഴപ്പമില്ല. മമ്മി വഴിയില്ലാതെ 2 അതിഥികൾ നോക്കൂ, അവിടെ ഒരു ഗേസ്. അതാ വഴിമുടക്കികളായിട്ട് 2 പശുക്കൾ അവിടെ നിൽക്കുന്നുണ്ട്. ഞങ്ങളെങ്ങനെ പോകുന്നു എനിക്കറിയില്ല. ഇമ്മ എനിക്ക് പേടിയാവുണ്ടിട്ടുമ്മ, ഇമ്മ ഇടിച്ചുട്ടുമ്മ. നമ്മള് പശുക്കളെ ഒന്നും ചെയ്യാതെ അല്ല, പശുക്കളെ അവിടെ തന്നെ നിർത്തിയിട്ട് നമ്മൾ തൊടുക്കടെ പോന്നു. നമ്മളങ്ങനെ പശുക്കളിനെ ഒന്നും ദ്രോഹിക്കണ ടീമുകളല്ല. വഴിക്കെത്തി നമ്മൾ അവരെ ഒന്നും ദ്രോഹിക്കണ ആൾക്കാരല്ല. ഓരോരുടെ പാട്ടിന് അവിടെ നിന്നോട്ടെ. ഞങ്ങൾ ഞങ്ങളുടെ പാട്ടിൻ്റെ ഇതിൽ കൂടെ പോന്നു. മഴ നല്ല പെയ്യുന്നുണ്ട് കേട്ടോ. എന്ത് കവറോ? അങ്ങനത്തെ നല്ല കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയേ. അത് നനയുന്നുണ്ട്. ഞാൻ വേഗം ഓടി ഇങ്ങോട്ട് തണലത്ത് കല്ല മഴ പെയ്യാത്തൊരു സ്ഥലത്തേക്ക് വന്നു. ഓരെപ്പോഴും എരിച്ചിട്ടാണ് വരുന്നത്. സോ ഞാൻ ഓരോ കാലത്ത് കാണുന്നില്ല, ഞാൻ വേഗം മണ്ടി. മാവേലി സ്റ്റോറിന്നാണ് സൗദ വരുന്നത്. ഗൈസ്, നമ്മൾ നമ്മുടെ വീട്ടിലെത്തി. മഴ പകുതിയൊക്കെ നനഞ്ഞിട്ട് നമ്മൾ വീട്ടിലെത്തിക്കണം. അപ്പോൾ വീട്ടിലെത്തിയപ്പോൾ കറണ്ടില്ല. സന്തോഷം, സമാധാനം, ആകെപ്പാടുക്കുള്ളിൽ അത്രയേ ഉള്ളൂ പറയാൻ. അപ്പോൾ കറണ്ട് കമ്പിയിൽ വെള്ളം നനയുമ്പോഴത്തേനും കറണ്ട് പോകും. അതാണ് ഇവിടുത്തെ അവസ്ഥ. വെള്ളം ഒരു തുള്ളി തട്ടിയാൽ മതി, അപ്പത്തേനും കറണ്ട് പോകും. അപ്പോൾ ഇവിടുത്തെ കറണ്ട് പോയിക്കണ്. ഇവിടെ നല്ല മഴയും പെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഈദ് ഷോപ്പിംഗ് എന്ന് പറയുന്നത്. നിങ്ങളുടെ പെരുന്നാൾ ഷോപ്പിംഗ് കഴിഞ്ഞോ ഇല്ലേ എന്നൊക്കെ ഉള്ളത് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഷോപ്പിംഗ് ഇവിടെ കഴിഞ്ഞിരിക്കണേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ.